ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷുദിനത്തിൽ പുറത്തിറങ്ങിയ പള്ളിച്ചട്ടമ്പിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകകൂടെ ചെയ്യുകയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു പള്ളിച്ചട്ടമ്പിയുടെ കഥ പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ആവറേജ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്കാണ് പ്രേക്ഷകർ വിധി എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മികച്ചത് എന്ന് പറയുമ്പോഴും സെക്കൻഡ് ഹാഫ് നോർമലി പോകുന്നു. ഒരു വട്ടം കണ്ടിരിക്കാവുന്ന സിനിമ എന്നുള്ള പേരാണ് വന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയല്ല എന്ന് തന്നെ പറയാം. ആദ്യ ദിനത്തിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ട്രാക്കിംഗ് മുഖാന്തരം 2,60,00,000 രൂപയോളമാണ്. 1027ഓളം ഷോകളാണ് കേരളത്തിൽ ട്രാക്ക് ചെയ്യപ്പെട്ടത്. 1,61,000 ജനങ്ങൾ ടിക്കറ്റ് എടുത്തു. 68% ഓക്യുപ്പൻസി വന്നു. മികച്ച രീതിയിലുള്ള ഒക്യുപ്പൻസിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിന് മുകളിലുള്ള പ്രതീക്ഷയായിരുന്നു ഈ ഒരു ടൊവിനോ ചിത്രത്തിന് നമുക്കുണ്ടായിരുന്നത്. രണ്ടാം ദിനം 509 ഷോകളാണ് ഉച്ചയ്ക്ക് 4 മണി വരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 35,000 ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. 30% തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. എന്തായാലും വർക്കിംഗ് ഡേ ആണ്. നമുക്ക് ഈവനിങ്ങിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതിനൊരു മികച്ച കളക്ഷനിലേക്ക് എത്തും. 1 കോടിക്ക് മുകളിലുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ 56,00,000 രൂപയോളം ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നു. ഇന്നലെ സിനിമയ്ക്ക് 3 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷൻ എന്താണേലും ഒരുപാട് തിയേറ്ററുകളിൽ പല സ്ഥലങ്ങളിലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 6 കോടിയോളം എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും നമുക്കൊരു പോസ്റ്റർ 10 കോടിക്ക് മുകളിലുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശ്വസനീയത നമുക്ക് വന്നിട്ടില്ല. കാരണം ഒഫീഷ്യലായിട്ട് എങ്ങും തന്നെ ആ ഒരു പോസ്റ്റർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മികച്ച എന്ന് പറയാനില്ല, വലിയ ബഡ്ജറ്റിൽ വന്ന ഒരു ചിത്രം തന്നെയാണ് പള്ളിച്ചട്ടമ്പി. ഈ ഒരു സിനിമയ്ക്ക് ആവറേജ് ഗണത്തിൽ പെടുമ്പോഴും ഒരു ഭേദപ്പെട്ട കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ ഇന്നും സിനിമയ്ക്ക് നമ്മൾ 1.5 കോടിയോളം ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് സിനിമ 4.5 കോടിക്ക് 5 കോടിക്ക് അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും. വേൾഡ് വൈഡ് ആയിട്ട് 10 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണം കാത്തിരിക്കുന്നു. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. നിങ്ങൾ എവിടെയാണ് കണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാമായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.